16 എന്നുള്ളതിനകത്ത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫറും 6. പിന്നെ ഡോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളിക്ക് ഈ വള്ളിയില്ലേ വള്ളി ഏലത്തിന്റെ ആ വള്ളി കരിയുക. ചാണകം ഇട്ട് കൊടുത്താൽ ചാണകം വലിക്കല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ന്യൂട്രിയൻസ് ആണ് അത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീണ്ടും MP ഷാജി സാറിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെയാണ് സാറോട് ചോദിക്കാൻ വന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് ചൂട്, മഴ കുറവാണ്. ഇപ്പോൾ വലിയൊരു മഴയ്ക്ക് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെയിൽ വന്നത്. അതിനുശേഷം നല്ല ചൂടായി, പെട്ടെന്ന് തന്നെ മണ്ണുണങ്ങി. പിന്നെ വെള്ളം നനച്ചു കൊടുക്കുക, അതായത് ജലസേചനം നമ്മൾ നടത്തുന്നു. എങ്ങനെ പ്രോപ്പറായിട്ട് ജലസേചനം നമുക്ക് ചെയ്യാം, അതുപോലെ ഈ സമയങ്ങളിൽ കൊടുക്കേണ്ട ഫോളിയർ വളങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ, പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് കണ്ടെത്താവുന്ന രോഗങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയാണ് സാറുമായിട്ട് ഇന്ന് ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അധികം സമയം ഞാനിവിടെ വേസ്റ്റ് ചെയ്യുന്നില്ല. നമസ്കാരം സാർ, ഒരുപാട് നാളായി നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ട്. അതെ, ഇന്ന് നമ്മൾ വന്നേക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം പ്രോപ്പറായിട്ട് ജലസേചനം എങ്ങനെയാണെന്ന് അറിയാനാണ്. അതിപ്പോൾ നമ്മൾ അറിയാം, ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉണക്കിൻ്റെ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നമുക്ക് മണ്ണ് കറക്റ്റായിട്ടൊരു നനവും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ജലാംശവും കുറഞ്ഞു വന്നിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെടിക്ക് ജലം കൊടുക്കേണ്ടതെന്നാണ് അറിയേണ്ടത്. ഏലച്ചെടിയുടെ പറയാം. ഏലച്ചെടിയുടെ ഇപ്പം ഏലത്തിൻ്റെ ആണെങ്കിൽ നമ്മളിപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഉണക്ക് കണ്ടിട്ട് വെള്ളം ഒഴിക്കാൻ പോകുമ്പം ഈ ഉണക്കിൻ്റെ കാരണം എന്നാന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് നമുക്ക് ഈ കുമിൾ രോഗം വന്നിട്ട് ഇലയ്ക്ക് കരിച്ചിട്ടുണ്ടാകാം, പിന്നെ വേരിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇലയ്ക്ക് കരിച്ചിട്ടുണ്ടാകാം, പിന്നെ ഈ സക്കിംഗ് പെസ്റ്റ്, പിന്നെ ഇലപ്പേന്, വെള്ളീച്ച, ഇതെല്ലാം ചെടിയെ കയറിയിട്ടുണ്ടോ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കണം. ഇങ്ങനെ വന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇത് മരുന്നടിച്ച് കരിഞ്ഞു പോയി, ഇതുണ്ടോ, ഇതുണ്ടോ, മരുന്നടിച്ച് ഇത് ചത്തുപോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ വെളുത്ത് ഇതിങ്ങനെ നീരൂറ്റി കുടിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം. വെള്ളം കുറവാണെന്നുള്ളൊരു പേരിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചു പോകല്ലേ. ഈ ഇല ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുമല്ലോ ഇതുപോലെ. എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ അല്ല ഇങ്ങനെ ഓരോ പാടുകൾ. ഞാൻ പാറ്റായി അല്ലെങ്കിൽ ഈ പാമ്പിന്റെ പത്തി, ഇങ്ങനെ ഓരോ കളറിൽ പല ഡിസൈൻ കാണും. ആ ഡിസൈനിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പെസ്റ്റുകളെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വെള്ളീച്ചനെയും നമ്മൾ മരുന്നടിച്ച് കൺട്രോൾ ചെയ്യണം. ഡോസ് കുറഞ്ഞ മരുന്നടിച്ചിട്ട് അതിനുള്ള ഒരു മരുന്നുകളുണ്ട്. അതനുസരിച്ച് അതേക്കുറിച്ച് പറയണോ അതോ വെള്ളത്തിലേക്ക് കയറണോ? വെള്ളത്തിലേക്ക്. ഈ വേനലാണെങ്കിൽ ഈ മരുന്നടിക്കോ അധികം ഡോസ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണക്കേക്കൂല്ലേ? ഡോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളിക്ക് ഈ വള്ളിയില്ലേ വള്ളി ഏലത്തിന്റെ ആ വള്ളി കരിയുക. അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെച്ചേക്കുന്ന പിന്നെ നമ്മുടെ സമ്പൽ സമൃദ്ധി കരിഞ്ഞു പോവാ, നമ്മൾ അറിയുന്നില്ല. ഒരു തട്ടയുടെ ആയുസ് 1.5 വർഷമാണല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കരിഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാ കിട്ടത്തില്ല. പിന്നെ ചൊറി, അത് വേറെ പ്രശ്നം, അങ്ങനെ എല്ലാം വരും. അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറയുമ്പം വെള്ളം ഒഴിക്കുന്ന കാര്യം പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് 1-2 കാര്യം കൂടെ പറയേണ്ടതുണ്ടോന്നാണത് പറഞ്ഞത്. വെള്ളത്തിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം ജലസേചന സൗകര്യം ഉള്ള തോട്ടമാണെങ്കിൽ നമ്മൾ ഈ അസിഡിറ്റിക്കൂടെ ചെയ്യുന്നതല്ല. ആദ്യത്തെ വെള്ളം ഒഴിക്കുക നമ്മൾ കുമ്മായത്തിന്റെ ഒരു ലായനി 200 ലിറ്ററിൽ 3 കിലോ കുമ്മായം. അത്ര കടുപ്പത്തിൽ ഒഴിക്കണം. 200 ലിറ്ററല്ല, 200 ലിറ്റർ 3 കിലോ നീട്ടിയ കുമ്മായം, 400 ഗ്രാം സൾഫർ, 1/2 കിലോ 1 കിലോ മഗ്നീഷ്യം സൾഫേറ്റ്, 200 ഗ്രാം മഞ്ഞപ്പൊടിയോടെ ചേർത്തിട്ട് കലക്കി ഒഴിക്കാൻ സൗകര്യം വെള്ളം ഉള്ളിടത്താണെങ്കിൽ ആദ്യത്തെ വെള്ളം ഒഴിക്കാതെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. അതൊരു 10 ലിറ്റർ വെച്ച് അകത്തും പുറത്തും അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ രണ്ടാമത്തെ വെള്ളം ഒഴിക്കുക പിന്നെ വരണം. ഇത് നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഗ്യാപ്പ് നമുക്ക് നോക്കിയിട്ടാണോ? ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ ചെയ്താൽ മതി. ഷെയ്ഡും മണ്ണിന്റെ ചെയ്താൽ മതി. അപ്പൊ അത് അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ജലസേചനം നമുക്ക് ഇങ്ങനെ അസിഡിറ്റിയും കൺട്രോൾ ചെയ്തിട്ട് ചെടിയുടെ സെക്കൻഡറി ന്യൂട്രിയൻ്റാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്, അതും അങ്ങ് എടുത്തോട്ടെ. രണ്ടാമത്തെ ജലസേചനം വരുമ്പോൾ നമുക്ക് വളസേചനത്തിലേക്ക് പോവാം. വളം ചേർത്ത് അങ്ങോട്ട് കലക്കി ഒഴിക്കുക. ഇതെല്ലാം കൂടെ ഒന്നിന്റെ കൂടെ ഒന്നങ്ങ് ചെയ്തേക്കുക. ലാഭമുണ്ട് തന്നെ, ഇനി വെള്ളം ഇടാൻ പോകണ്ട. ലേബർ ചാർജ് അതാണ്. അപ്പം ചെടിക്ക് നല്ല ചിമ്പ് കരുത്ത് ഉണ്ടാവും, നല്ല ശരമെല്ലാം നന്നായിട്ട് കണ്ടീഷനാവും, വള്ളി ശരിക്കും നീളും. അപ്പം നമ്മൾ രണ്ടാമത്തെ ജലസേചനം പിന്നെ വളത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള മണ്ണ് നൈട്രജൻ കണ്ടന്റ് കൂടുതലല്ലേ?
അത് നൈട്രജൻ നമുക്ക് മഴക്കാലത്ത് നൈട്രജൻ കണ്ടിട്ട് കൂടുതലാണ്. കൃഷിവകുപ്പ് കണക്ക് കൂട്ടിയാൽ ഫോസ്ഫറസ് ആണ് കൂടുതലാണെന്ന് പറയുന്നത്. ഇപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടീഷനാണ്. ഇപ്പം തന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആവശ്യത്തിന് കിട്ടണം. ഈ വളം കലക്കി ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മണ്ണിന്റെ ഘടകങ്ങൾ ടെസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം വേണ്ട. നമ്മൾ അതിനാണല്ലോ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് സെക്കൻഡറി ന്യൂട്രിയൻസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് ന്യൂട്രൽ ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡറി ന്യൂട്രിയൻസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നു. ശരിയാ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളസേനം കൂടെ ഒന്ന് കൊടുക്കാം. വളസേനത്തിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു വളത്തിൻ്റെ പേരുകൾ പറയണോ? പറഞ്ഞു. പ്രേക്ഷകർക്ക് ഉപകാരമാവില്ലേ? ആയിക്കോട്ടെ. അതിന്റെ അളവ് സഹിതം വളം 200 ലിറ്റർ കണക്ക് കലക്കി ഒഴിക്കുക. 10 ലിറ്റർ ഒരു ചെടിക്ക് 3/4 അടി അകത്തി. 200 ലിറ്ററിൽ കാൽസ്യം നൈട്രേറ്റ് വിത്ത് ബോറോൺ. ബോറോൺ ഉള്ളതുണ്ട്. ബോറോൺ 1 കിലോ. നമ്മളത് ആവശ്യത്തിനെ കൊടുക്കുന്നുള്ളൂ, അനാവശ്യമായിട്ട് കൊടുക്കല. 10 കൂട്ടം പിണ്ണാക്ക് 2 കിലോ. സിലിക്ക 1/2 കിലോ. മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഈ ആദ്യത്തെ ജലസേനത്തിൽ കൊടുത്താണെങ്കിൽ കൊടുക്കണ്ട, ഇല്ലെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ അത് പറയണ്ടല്ലോ. സൾഫറും കൊടുത്തില്ലേ? കൊടുത്താൽ മതി. സൾഫർ കൊടുത്തല്ലോ, നിർബന്ധമില്ല. കൊടുക്കുന്ന രണ്ടാമത്തിന് വേണ്ട. സിങ്ക് സൾഫേറ്റ് 1/2 കിലോ. കുമിക് ആസിഡ് 200 ഗ്രാം. മിക്സ് ആക്കി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 10 ലിറ്റർ അങ്ങോട്ട് ചെരിച്ചു കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പം വീണ്ടും ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പം ഒന്ന് നനച്ചു കൊടുത്തു കഴിയുമ്പം ഇത് ക്ലിയർ ആവും. ഇനി നമ്മൾ ജലസേനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരിക. ജലസേചനം ഇപ്പം നമ്മൾ ഈ കുമ്മായത്തിൻ്റെ ഇത് കൊടുത്തു, വളവും കൊടുത്തു. അത് നമ്മുടെ ഒരു കടമയാണ്. വളരെ കുറഞ്ഞ ചിലവേ വരുന്നുള്ളൂ. അടുത്തത് നമ്മൾ ജലസേചനത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നോക്കുക. അതിനാന്ന് വെച്ചാൽ ജലം എന്ന് പറയുന്നത് കുഴൽക്കിണറ്റിലെ വെള്ളം വരുന്നുണ്ട്, തോട്ടിലെ വെള്ളം വരുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യണം. ആറ്റിന്ന് വരുന്നുണ്ട്. ആറ്റിന്ന് സാധാ കിണറിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴൽക്കിണർ, തോട്ടിൽ നിന്ന്, ചെറു തോട്ടുകളിൽ നിന്ന് ഒക്കെ വരും. ഇതിന്റെ മൂന്നിന്റെ ഒരു ഘടന വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇത് ഈ വരുന്ന വെള്ളങ്ങൾക്ക് സാധാരണ കിണറ്റിലെ വെള്ളത്തിൽ നിന്ന് അപേക്ഷിച്ച് കുഴൽക്കിണറ്റിലെ വെള്ളത്തിനും ആറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിനും ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. ആ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ വന്നു കഴിഞ്ഞാൽ വേരിനകത്തൂടെ ജാമായി പോകും കയറിയിട്ട് വെള്ളം. അപ്പോൾ പിന്നെ ഭക്ഷണം എടുക്കല. അപ്പോൾ നമ്മൾ ഇരുമ്പിനെ ന്യൂട്രലൈസ് ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സിലിക്ക ഉപയോഗിക്കുക. അത് തന്നെ, കറക്റ്റ്, വെരി ഗുഡ്. ഓർക്കുന്നുണ്ട്. അപ്പം ആ സിലിക്ക ഉപയോഗിക്കണം. സിലിക്ക ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ടെത്തി പത കൂടുന്ന ചുമലപ്പത ഇല്ലേ, അത് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആ സിലിക്ക കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ പതയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ സിലിക്ക തന്നെ വേറെ ഐറ്റം ഉണ്ടോ? സിലിക്ക അനുവലിയ സിലിക്കേറ്റ് ഉണ്ട്, പൊട്ടാസ്യം സിലിക്കേറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. അലുമിനിയം സിലിക്കേറ്റ് ആണ് എനിക്ക് ഒരു പ്രേക്ഷകന് ഇങ്ങനെ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഏതാണ് കറക്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന്? അലുമിനിയം സിലിക്കേറ്റ് ആണ് ഞാൻ കണ്ടതിൽ നല്ലത്, പൗഡർ ഫോമിൽ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി. അപ്പം നമ്മൾ ചില തോട്ടങ്ങളിൽ എന്തോരം വളവും മരുന്നും കൊടുത്തിട്ട് ശരം പുറത്തേക്ക് ചാടിയല്ല. അങ്ങനെ ശരം പുറത്തേക്ക് ചാടാതെ വരുമ്പോൾ നമ്മൾ വെള്ളം പരിശോധിക്കണം. വെള്ളം പരിശോധിച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിനകത്ത് എന്താണ് ഘടകങ്ങൾ കൂടുതൽ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അങ്ങനെയാണ് ഈ ഇരുമ്പിൻ്റേത്. രണ്ടാമത് ഈ വെള്ളത്തിന് അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ, പി എച്ച് കൂടുതലാണെങ്കിൽ ഇത് നമ്മൾ മണ്ണിലേക്ക് ചൊരിയുമ്പോൾ നമുക്ക് ദോഷമേ വരുള്ളൂ. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ കുമ്മായം കെട്ടിയിടണം വെള്ളത്തിനകത്ത്. 2 കിലോ കുമ്മായം, 3 കിലോ കുമ്മായം കെട്ടിയിടണം. അത് ഈ സിലിക്കായും കെട്ടിയിടാം വെള്ളത്തിനകത്ത്. സിലിക്കായും കെട്ടിയിടാം, കുമ്മായം കെട്ടിയിടാം. അതിനകത്ത് ചെയ്യേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്മായം കെട്ടിയിട്ട് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ സിലിക്ക കെട്ടിയിടാവുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നം. അത് ഒരു 5 ദിവസം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് സിലിക്ക കിട്ടിയിട്ടുള്ളൂ. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. കുമ്മായ സിലിക്ക കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പം ചെറിയ സിലിക്ക വീക്കായി പോകും. അതുകൊണ്ട് 5 ദിവസം കഴിഞ്ഞ് നടക്കുന്നുണ്ട് വീക്കായി പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ മോട്ടറിൽ നിന്ന് ഒത്തിരി വെള്ളം അങ്ങോട്ട് തളിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 10-25 ലിറ്റർ, ചിലപ്പോൾ കർഷകർക്കൊരു ധാരണയുണ്ട് ഈ മാസം ഒരു മാസം കൊണ്ട് നമുക്ക് നനച്ചേച്ച് പോയേക്കാം, അടുത്ത മാസം നനച്ചാൽ മതിയല്ലോ. അങ്ങനെ നനച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന ന്യൂട്രിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ മണ്ണ്, ഈ മരത്തിൽ നിന്ന് ചാടുന്ന ഇലകൾ, ഈ ചെടിയുടെ തന്നെ, ഈ ചെടിക്ക് വളരാനുള്ള വളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് പൊഴിഞ്ഞ് ചാടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചീഞ്ഞിട്ട് വളമാകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സൾഫർ വരാം, മഗ്നീഷ്യം വരാം, എല്ലാം വരാം, നൈട്രജൻ വരാം, ഫോസ്ഫറസും വരാം, പൊട്ടാഷ്യം വരാം. അപ്പോൾ ഈ സാധനം നമ്മൾ ഉപരിതലത്തിലെ മണ്ണിലാണ് കിടക്കുന്നത്. നമ്മുടെ ഏലത്തിന്റെ വേര് ഉപരിതലമാണ്. ഉപരിതലത്തോട് അടുത്താണ് ഏലത്തിന്റെ വേരുകളുടെ ഘടന. ശരിയാണ്, ഇത് ഒരു നാരുവേര് പോലെയാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പം നമ്മൾ ഓവറായിട്ടൊരു 50 ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിക്കുവാണെങ്കിൽ അടിയിലോട്ട് പോകും. സ്വാഭാവികമായിട്ടും ഈ മണ്ണിലെ മൂലകങ്ങൾ അടിയിലോട്ട് പോകും. അപ്പം നമ്മളൊരു 30 സെന്റിമീറ്റർ
കണക്ക് കൂട്ടിക്കോ വേര്, നമ്മൾ കുറഞ്ഞൊരു കണക്കാണ് കൂട്ടുന്നത്. ഈ 30 സെന്റിമീറ്റർ വേര് ഇങ്ങനെ നിൽക്കുന്നു, ഇത് ഭൂമി. ഇപ്പം ഇത് ഏലത്തിൻ്റെ ഉപരിതലം. ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കഴുകി ഈ വെള്ളം അടിയിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഈ എല്ലാ ഈ ന്യൂട്രിയൻസും അടിയിൽ ചെല്ലുന്നു. എലമെന്റ്സും എല്ലാം അടിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ വേരിങ്ങനെ നിൽക്കുന്ന വേരില്ലേ, വേരിന് ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. ഇതിങ്ങനെ കിടന്ന് നിൽക്കുകയുള്ളൂ. നമ്മൾ ഈ ഇത് ആഴക്കടലിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഇത് കണ്ടോ, അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഘടന. അപ്പം നമ്മൾ വെള്ളം നനയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിച്ച് നനയ്ക്കുക. 10 ലിറ്റർ 12 ലിറ്റർ വെള്ളം കൊടുക്കാം. അത് തളിച്ച് നനയ്ക്കുക. പിന്നെ മറ്റേ സാധനമില്ല, ഈ വെക്കുന്ന സാധനം സ്പ്രിംഗ്ലർ, അത് പിന്നെ കട്ടി കുറച്ച് വെക്കുക. അതായത് ഒരു ഫൈൻ പാർട്ടിക്കിൾ ആയിട്ട്, അതായത് മഞ്ഞ് വീഴുന്ന പോലെയുള്ള ഒരു രീതി തുള്ളിക്കനം കുറച്ച് ചെയ്തേക്കാം. അത് പിന്നെ മാറ്റി വെക്കുകയും ചെയ്യണം. അല്ല ഇപ്പം ഇവിടെ ഓഫ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഡെലിവറി കൊടുക്കണം. അങ്ങനെയാണ് ജലസേചനത്തിൻ്റെ. അപ്പം ജലസേചനം എന്ന് പറയുന്നത് നമ്മൾ അപ്രായോഗികമായ രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് കിട്ടത്തില്ല. അതൊരു ദോഷം ഉണ്ടാവും. അതാണ് ജലസേചനത്തിൻ്റെ പ്രധാന ഘടകങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് pH ഉണ്ടോ? pH ഉണ്ട്. ആ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 വെള്ളമായിരിക്കണം. അതും നമ്മൾ നോക്കണം. അത് നോക്കണം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ കെമിക്കൽ, അല്ലെങ്കിൽ അത് ഒഴിച്ചു നോക്കിയാൽ കറക്റ്റ് അറിയാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നില്ല. അപ്പം അത് അതിനകത്ത് ഒഴിച്ചു നോക്കിയാൽ അറിയാം. അപ്പം അതുകൊണ്ട് ഈ pH കറക്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, കുമ്മായം കെട്ടിയിട്ടോ ആയിക്കോളും. കുമ്മായം വെള്ളത്തിലേക്ക് കെട്ടിയിടുക. കുടിവെള്ളം ഓവർ കുമ്മായം കെട്ടിയിട്ടാൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. സിലിക്ക ആണെങ്കിലും കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 200 ലിറ്ററിന് 3 കിലോ അങ്ങനെയല്ല, അത് കലക്കി ഒഴിക്കുന്ന രീതിയാണ്. അത് നമ്മൾ അത് 200 ലിറ്ററിന് 3 കിലോ. അത് ആദ്യത്തെ നമ്മൾ വിടുന്നത്. പിന്നെ നമ്മൾ ഈ ടാങ്ക് ശേഖരിച്ച് എപ്പോൾ നനയ്ക്കുമ്പോഴും നമ്മൾ 5 കിലോ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടി 5 കിലോ കുമ്മായം കെട്ടിയിട്ടേക്കുക. 5 കിലോ ഇട്ടിടുക. ടാങ്കിന്റെ കപ്പാസിറ്റി അനുസരിച്ച്. സിലിക്ക് അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് 5 കിലോ കെട്ടിയിട്ടേക്കുക. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പിന്നെ ന്യൂട്രായി പോയിക്കോളും. അപ്പം അന്നേരം വേരിന് യാതൊരു കോട്ടവും വരികയില്ല. ചെടിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഈ രാസവളം കയറ്റി കൊണ്ടുവരുന്ന ഒരു ശരിയായ നടപടിയല്ല. അതിപ്പോൾ ഈയിടെ രാസവളം പറ്റിയാലെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ രാസവളം ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫോളിയർ വളങ്ങൾ അപ്ലൈ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഫോളിയർ വളം കൊടുക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് പെട്ടെന്ന് ചെടി കയറ്റാൻ പറ്റുന്ന ഫോളിയർ വളങ്ങളിൽ കൂടിയാണ്. ആ ഫോളിയർ വളങ്ങൾ നൈട്രജൻ 19 കൊടുക്കാം. 19 ഈ പിന്നെ മഴയില്ലാത്തപ്പോൾ കൊടുക്കാം. മഴയില്ലാത്ത സമയത്ത് അത് കൊടുക്കുമ്പോൾ ഒരു എന്താന്ന് വെച്ചാൽ നമ്മൾ ചോടൊന്ന് നനച്ചേച്ച് കൊടുക്കണം. വേരിനൊരു നനവുണ്ടെങ്കിൽ ഇത് വലിക്കുള്ളൂ. ഇലകളിൽ തളിച്ചിട്ട് ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ വേരിനൊരു നനവ് വേണം. ആ നനവുണ്ടെങ്കിൽ ശരിക്കും വലിച്ചോളും. അപ്പോൾ പോളിയാർ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് മൈക്രോഫുഡ് കൊടുക്കാം, സിങ്ക് കൊടുക്കാം, ബോറോൺ കൊടുക്കാം. അതെല്ലാം മൈക്രോഫുഡിലുള്ളതാണെങ്കിൽ പോലും അഡീഷണൽ വെച്ചിട്ട് കൊടുക്കണം. ഈ മൈക്രോഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ എത്രത്തോളമാണ് നമ്മൾ ഒരു 200 ലിറ്റർ എന്നുള്ള കണക്കിൽ കൊടുക്കുന്നത്? 200 ലിറ്ററിൽ നമുക്ക് മൈക്രോഫുഡ് ഫോളിയാർ ഗ്രേഡ് നല്ല കമ്പനിയുടെ ആണെങ്കിൽ ഒരു 400 ഗ്രാം കൊടുത്താൽ മതി. ബോറോൺ 200 ലിറ്ററിന് 200 ഗ്രാം കൊടുക്കണം. സിങ്ക് 200 ലിറ്ററിന് 200 ഗ്രാം കൊടുക്കണം. 19 എന്ന് പറയുന്നതോ അല്ലെങ്കിൽ 05234 05234 ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല, 13 045 050 ഇങ്ങനെ പല ഗ്രേഡുകളുണ്ട് ഇതിന്. അത് കൊടുക്കുമ്പോൾ 200 ലിറ്ററിന് 1 കിലോ കൊടുത്താൽ മതി. നല്ല ഈൽഡും കിട്ടും. അടുത്ത പ്രാവശ്യത്തേക്കുള്ള ചിമ്പുകെട്ടി, ശരംകെട്ടി എല്ലാം ഈ നാരുകെട്ടിയൊക്കെ കൂടുന്നുണ്ടല്ലോ. കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ ഈ ആൾക്കാർ ഈ കീടം രോഗം വരുന്നതിൻ്റെ കാര്യം എന്നാ, പ്രതിരോധശേഷി കുറവാണ്. അതാണ് അവിടെ കണക്ക് കൂട്ടണം. കീടവും രോഗം വരുന്നത് നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. അപ്പം നമ്മുടെ ന്യൂട്രിയന്റുകൾ കുറയുമ്പോഴാണ് നമ്മളെ ശത്രു ആക്രമിക്കുന്നത്. ആ ശത്രു ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തപ്പിയിരിക്കും. നമ്മളിൽ ന്യൂട്രിയന്റുകൾ കുറയുമ്പം നമ്മളിൽ പ്രതിരോധം കുറയുമ്പോൾ 16 മൂലകങ്ങൾ ചേർന്നാലാണ് ഒരു ചെടിക്ക് അതിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് വായിച്ചിട്ടുണ്ട്. നമുക്ക് 16 എന്നുള്ളതിനകത്ത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫറും 6, പിന്നെ 7 മൈക്രോ ന്യൂട്രിയൻസ്. അപ്പം 7 6 13 അല്ലേ ആയുള്ളൂ. പിന്നെ വരുന്ന ന്യൂട്രിയൻസ് ആണ് അമിനോ ആസിഡ്, കുമിക് ആസിഡ്, എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അതിനകത്ത് എണ്ണങ്ങൾ വേണേൽ കൂട്ടാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കും 3 3 6 7 13 എണ്ണമാണ് വരുന്നത്. പിന്നെ അതിന് സബ്സിഡറീസ് ആയിട്ട് കുറെ മൂലകങ്ങളുണ്ട്. അതും കൂടെ വേണം.
അതിനാണ് ഈ ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നതും പൾവിക് ആസിഡ് കൊടുക്കുന്നതും എല്ലാം കൊടുക്കുന്നത്. ഹ്യൂമിക് ആസിഡ് ഓവറായിട്ട് ഉപയോഗിച്ചാൽ അഴുകൽ വരാൻ ചാൻസ് ഉണ്ടോ? ഹ്യൂമിക് ആസിഡ് ഓവറായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പോരെ, പൈസ വേണ്ടല്ലോ. അല്ല, എല്ലാ തവണ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഹ്യൂമിക് ആസിഡിനകത്ത് ഒരഴുകിലും വരികയില്ല. ഓക്കെ. ആസിഡിനകത്തൊന്നും ഒരഴുകിലും വരത്തില്ല. പിന്നെ നമ്മൾ ഈ അഴുകലെന്ന് പറയുന്നതിനെ കുറിച്ച് ഈ കർഷകർ ഒത്തിരി പേടിച്ച് ഭയന്ന് ഈ പിന്നെ മൃഗങ്ങളെ പേടിക്കുന്നതിൽ പേടിക്കണ്ട. ഞാൻ ഈ ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു, നമ്മൾ കാണാൻ വന്നപ്പോൾ തോട്ടം കാണാൻ വന്നപ്പോൾ പറഞ്ഞു അത് അധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് അഴുകൽ വരും. അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ചോദിച്ചത്. അല്ല, അങ്ങനെ അതില്ല. നമ്മൾ ഈ അഴുകലിനെ അധികം പേടിക്കണ്ട. അഴുകലിനെ പേടിക്കാതെ തന്നെ അഴുകലിന് അഡ്വാൻസ് മരുന്ന് കൊടുത്തേച്ച് നമ്മൾ ന്യൂട്രിയൻറ്റുകൾ ചെടിക്ക് കൊടുത്തു കഴിയുമ്പം പ്രതിരോധശേഷിയാവും. ഹെൽത്തി പ്ലാന്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴാണോ നമ്മൾ ബലഹീനാകുന്നത് അപ്പോഴായിരിക്കും ശത്രു നമ്മളെ ആക്രമിക്കുന്നത്. അതാണ് ചെടി എപ്പോഴാണോ ബലഹീനമാകുന്നത് അപ്പോൾ ശത്രു ആക്രമിക്കും. അപ്പം നമ്മൾ ആ ന്യൂട്രിയൻസ് എല്ലാം കൊടുത്തോണ്ടിരിക്കുക, നമുക്കൊരു ദോഷം വരത്തില്ല. നമ്മൾ ചെയ്യാനുള്ള ഇതേ ചെയ്യാൻ പിന്നെ അത് തന്നെ ഉപദ്രവിക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഡോസ് മരുന്നടിക്കരുത്, രാസവളം കൊടുക്കരുത്. പിന്നെ പോയിട്ട് ഈ അമിതമായിട്ട് ഇതിൻ്റെ ചുവട്ടിലുള്ളതെല്ലാം കൂടെ ഒഴുക്കി കളയല്ലേ. അങ്ങനെ മണ്ണിളക്കുകയും ചെയ്യരുത്. മണ്ണിളക്കി കഴിഞ്ഞാൽ പോകാം. മണ്ണിളക്കാൻ പാടില്ല, വെച്ചാൽ വേര് പൊട്ടിപ്പോകും. മണ്ണിളക്കാതെ നമ്മൾ ബാക്ടീരിയാസിന്റെ പ്രയോഗം ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയാസ് അങ്ങ് ഉപയോഗിക്കുക, അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ചെറിയ ഇളക്കം വന്നോളൂ. പിന്നെ ഈ ജൈവ മൂല്യങ്ങളായി മണ്ണിലുള്ളത് അവരാണ് ഇത് ചെയ്യേണ്ടത്. ഈ ചെടിയുടെ ആമാശയം എന്ന് പറയുന്നത് മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനം ന്യൂട്രിയൻസ് ആണ്. ഡയറക്റ്റ് സസ്യങ്ങൾ വളമായിട്ടൊന്നും വലിച്ചെടുക്കുക. ചാണകം ഇട്ട് കൊടുത്താൽ ചാണകം വലിക്കല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ന്യൂട്രിയൻസ് ആണ്. അത് പോഷിപ്പിച്ച് വരുന്നൊരു സ്ഥലം, ഒരു ഇന്റർമീഡിയറി എന്ന് പറയുന്നത് മണ്ണാണ്. ആ മണ്ണിൽ വെച്ചാണ് ഈ ജൈവ കൂട്ടുകൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ന്യൂട്രിയൻസ് വലിച്ച് ചെടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ. അപ്പോൾ ഒരുപാട് നന്ദി സാർ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ആയിക്കോട്ടെ, സന്തോഷം.